പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം തരുന്ന ഓരോ ദിനവും വളരെ വിലപ്പെട്ടതാണ് പ്രീതി മക്കളെ. പുതിയ ദിനത്തിൽ പുതുബലത്തോടെ, ശക്തിയോടെ, ആരോഗ്യത്തോടെ കർത്താവിന് സ്തുതിസ്തോത്രം അർപ്പിച്ച് നന്ദി പറഞ്ഞ് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരോ ഭയപ്പെട്ടു, ഇവൻ ആർ. നോക്കൂ പ്രീതി മക്കളെ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതേപോലെ മറ്റുള്ളവർ ചോദിക്കും, ഇവൻ ആരാ? ഇത് പറയുവാനുള്ള അധികാരം ഇവൻ എവിടുന്നാ കിട്ടിയത്? ഒരു ദൈവ പൈതലിനെ കർത്താവ് എവിടെയും എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ സ്ഥലത്ത്, ഹല്ലേലൂയ, മാറ്റി നിർത്തിയ സ്ഥലത്ത് ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നീ ആരാന്ന് ചോദിച്ചിടത്ത് ഞാനാകുന്നു എന്ന് പറയുവാൻ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മോശെ. ഹല്ലേലൂയ. മോശയുടെ പുറപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ കാണാൻ കഴിയുന്നുണ്ട്. അതായത് 11-ാം വാക്യത്തിൽ ആ കാലത്ത് പുറപ്പാട് 2-ാം അധ്യായം 11-ാം വാക്യം, ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമിന് അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്യുന്നവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ? മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രീതി മക്കളെ നോക്കൂ, ഇവിടെ ഹല്ലേലൂയ, നിന്നെ പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആർ? ഈ പറഞ്ഞവൻ അറിയുന്നില്ല ഹല്ലേലൂയ മോശ ആരാകുമെന്നും മോശ എന്തായിത്തീരുമെന്നും മോശ ഇവന്റെ മുമ്പിൽ ഹല്ലേലൂയ ആരായിട്ട് ഹല്ലേലൂയ നിൽക്കുമെന്നും ഈ പറയുന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതുപോലെയാ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ മോശയ്ക്ക് ഹല്ലേലൂയ യഹോവയുടെ ദൂതന്റെ പ്രത്യക്ഷത അനുഭവിക്കുന്നതായി കാണാം. ഹല്ലേലൂയ. പ്രിയ ദൈവ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം യേശുവിൻ്റെ സന്നിധിയിലേക്ക് വെക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ചോദ്യചിഹ്നമാകുമാറ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ മാറ്റി നിർത്തിയെടുത്ത് ഉത്തരമായി തീരുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അവർ ചോദിച്ചല്ലോ, നിന്നെ പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആർ? ഹല്ലേലൂയ. ഇവിടെ 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യഹോവയുടെ ദൂതൻ ഹല്ലേലൂയ മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് ഹല്ലേലൂയ മോശയെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് 6-ാം വാക്യത്തിൽ കാണാം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ ഇതേപോലെ ഹല്ലേലൂയ നമ്മെ എടുത്ത് ഉപയോഗിക്കും. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ എടുത്ത് ഉപയോഗിക്കുന്ന അപ്പൻ ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നോ, ആരെ സഹായിക്കണമോ, എവിടെ നിന്നെ എടുത്ത് ഉപയോഗിക്കണമോ അപ്പൻ അറിയാം. ഹല്ലേലൂയ. നോക്കൂ, അവരെ മിസ്രൈമിയുടെ കൈ നിന്ന് വിടിയിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഹല്ലേലൂയ അനേക ജാതികളുടെ പേരുകൾ പറയുന്നുണ്ട്. അവരുടെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതായത് കനാനിയർ, ഗിത്യർ, അമോര്യർ, പെരിസ്യർ, ഗിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് ഹല്ലേലൂയ ഞാൻ നിന്നെ കൊണ്ടുപോകും. അവിടെ നിന്നെ എടുത്തുപയോഗിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ യേശുവിന്റെ സാന്നിധ്യം, യേശുവിനെ ഉയർത്തുവാൻ നമ്മെ എടുത്ത് ഉപയോഗിക്കും. അപ്പനെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ.
താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ മോശെ എപ്രകാരമാണ് യേശുപ്പൻ എടുത്തുപയോഗിച്ച് ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. മനുഷ്യര് ചോദിക്കും, നീ ഞങ്ങൾക്കാരാ? നിന്റെ കുടുംബം ഇതല്ലേ? നീ ഇവിടെ നിന്നല്ലേ വന്നത്? നീ ഇങ്ങനെയല്ലേ വളർന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മെ വളർത്തിയ അപ്പച്ചൻ, നമ്മെ ഉരുവാക്കിയ അപ്പച്ചൻ അറിയാം നമ്മെ ഏത് സ്ഥാനത്ത് എവിടെ എത്തിക്കണമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് 12-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് ഹല്ലേലൂയ. അതിന് അതായത് 11-ാം വാക്യം താഴെ പറയുന്നുണ്ട് ഹല്ലേലൂയ, ഈ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും. ഹല്ലേലൂയ. ചില അടയാളങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. പ്രിയ ദൈവമക്കളെ, യേശുപ്പൻ നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അടയാള സഹിതമാ നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ അവന്റെ മോശയും ഇതേപോലെ ഞാൻ വാക്സാമർത്ഥ്യമില്ല, ഞാൻ വിക്കനാ, തടിച്ച നാവുള്ളവനാന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഹോവ അവിടെ ചോദിക്കുന്നുണ്ട്, മനുഷ്യന് വായ കൊടുത്തതാർ? അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായി ഞാനല്ലയോ? പ്രിയ മക്കളെ, ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ. അപ്പാ, എനിക്കിതൊന്നും കഴിയത്തില്ല, എനിക്കൊന്നും സാധ്യമല്ല, എൻ്റെ കുലം ഇതാ, എൻ്റെ കുടുംബം ഇങ്ങനെയാ, എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയാ, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും പറയും. പക്ഷേ നമ്മുടെ അപ്പൻ നമ്മളോട് ചോദിക്കുക, ഹല്ലേലൂയ, ഈ ജനത്തെയൊക്കെ നയിക്കുവാൻ നിനക്ക് കഴിവ് തരുന്നത് ഞാനാ നിന്നെ വിളിക്കുന്നത്. നീ ഇറങ്ങിത്തിരിക്കുക, നിന്റെ ഈ ജനത്തെ മേയ്പ്പാനുള്ള ദൈവകൃപ ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് വചനം കേൾക്കുന്നവർ ഭാരത്തോടിരിക്കുന്നുവെങ്കിൽ എനിക്കൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ദൈവവിളി ഉണ്ടായിട്ടും മാറി നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അപ്പൻ ഇതേപോലെ മോശ എടുത്ത് ഉപയോഗിച്ചതുപോലെ നമ്മയും എടുത്ത് ഉപയോഗിക്കും. ദൈവസന്നിധിയിലേക്കൊന്ന് ഇറങ്ങിച്ചല്ലേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കപ്പാ, ഞാനൊന്നുമില്ലപ്പാ, എന്നെ എടുത്ത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് അപ്പന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണോ? ആ വ്യക്തിയെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഈ മിസ്രയീമിലുള്ള ഹല്ലേലൂയ എല്ലാ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുവാൻ കർത്താവ് മോശയ്ക്ക് ഹല്ലേലൂയ കഴിവും ബലവും ശക്തി എല്ലാം കൊടുത്തു, ആൾക്കാരെ എല്ലാം കൊടുത്തുവെങ്കിൽ ഇന്ന് നമ്മളെയും ബലപ്പെടുത്തുന്ന അപ്പന്റെ കരം ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ അപ്പന്റെ സാന്നിധ്യമുണ്ട്. പ്രിയതേ മക്കളെ, നിങ്ങളൊന്നിറങ്ങിച്ചല്ലേ, അപ്പന്റെ നാമത്തെ ഒന്ന് എടുത്ത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയൊക്കെ ശാസിക്കുവാനുള്ള കൃപ, ആ ഒരു ശക്തി നമ്മുടെ മേലും അപ്പൻ പകർന്നു തരും. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ പല വിടുതലുകളും നടക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ, പല വിഷയങ്ങൾക്കും ഹല്ലേലൂയ മറുപടി കിട്ടുന്നുണ്ടെന്നും സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിന് ഹല്ലേലൂയ നമ്മളെ വിടുവിച്ച അപ്പന്റെ സാന്നിധ്യമാ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ഇന്ന് എനിക്കും പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എന്നെ ഹല്ലേലൂയ വലിയൊരു മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു. ആ സാക്ഷ്യം പറയുവാൻ എനിക്കും കഴിയും. അതുപോലെ പ്രീതി മക്കളെ, നമ്മെ ഓരോരുത്തരെയും വിടുവിച്ച സാക്ഷ്യങ്ങൾ പറയുവാൻ, അപ്പൻ നമ്മെ എടുത്ത് ഉപയോഗിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുവാൻ നമുക്കിടയായി തീരും. ഹല്ലേലൂയ. പലരും ചോദിക്കും, ഇവൻ ആർ? ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമുക്ക് പറയണം, ഞാനൊരു ദൈവ പൈതലാ, യേശുപ്പന്റെ മകളാ. ഹല്ലേലൂയ. ഉറപ്പോട് പറയുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാവട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അപ്പനെടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. പല വാക്തത്വങ്ങളും കേൾക്കുന്നുണ്ട്, ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ മടി പിടിച്ചിരിക്കുന്ന ജീവിതങ്ങളോട് കർത്താവ് തന്നെ സംസാരിച്ച് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിനമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുവാൻ കർത്താവ് ശക്തനാകിയാൽ സ്തോത്രം. അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ല. ഇന്ന് ഓരോരുത്തരും വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മോശ എടുത്ത് ഉപയോഗിച്ചതുപോലെ ദൈവ സാന്നിധ്യത്തിന് ഹല്ലേലൂയ ഓരോ മക്കളെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് ഉറപ്പോട് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.